ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യകാരണ സഹിതമായുള്ള ന്യായാന്യായങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുന്ന കൂട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നിച്ച് ഒരു അപകടത്തിലാണ് നിൽക്കുന്നതെന്ന് ആ പാർട്ടി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ അപകടം. എന്താണത് തിരിച്ചറിയേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് ഒരു അപകടം എന്താണ്? ഒന്ന്, ഇപ്പുറത്ത് 80% അല്ലെങ്കിൽ 70% വരുന്ന ഹിന്ദു സമൂഹത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി BJP RSS പോലുള്ളൊരു പാർട്ടി. അവർ രാമക്ഷേത്രം പണിയുന്നു, ഇപ്പോൾ സീതാദേവിക്ക് ക്ഷേത്രം പണിയുന്നു, സർദാർ പട്ടേലിന് അവിടെ പ്രതിമ പണിതു. ഇതെല്ലാം അവർ ഇൻകം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു ക്ഷേത്രം പണിത് വെക്കുകയോ പട്ടേലിൻ്റെ പ്രതിമ വെക്കുകയോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നില്ല. ജാതിയും മതവും സംഘപരിവാറും ഒന്നും അല്ല, വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. അതിനിടയിൽ അവരുടെ അജണ്ടകളും രാഷ്ട്രീയ അജണ്ടകളും നടപ്പിലാക്കി വരുന്നു. പിന്നെ അത് 370 എടുത്ത് കളഞ്ഞു, നമ്മുടെ കാശ്മീരിൽ എടുത്ത് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വരാനുള്ള സാധ്യത ഇപ്പം ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം വന്നിരുന്നെങ്കിൽ ഏക സിവിൽ കോഡ് വരുമായിരുന്നു. ഘടകകക്ഷികളെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ തണുത്ത് പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ BJP അവരുടെ സ്വന്തം, പിന്നെ രാമക്ഷേത്രം പണിതു. അങ്ങനെ ഒരുപാട് സ്വന്തം അജണ്ടകളും BJP പറയുന്ന ആ അജണ്ടയിൽ ഇനി ഒരെണ്ണമേ വരാനുള്ളൂ, അത് ഏകീകൃത സിവിൽ കോഡാണ്. പുതിയ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഏകഛത്രാധിപതിയായി ഇപ്പം നരേന്ദ്രമോദി ആയാലും അല്ലെങ്കിൽ BJP ആയാലും അങ്ങനെ ഒരു ഏക പാർട്ടിയായിട്ട് വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ ഇന്ത്യയെ ആ രീതിയിൽ യോഗോപിപ്പിച്ച് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിയുന്ന മുതൽ, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ മരണത്തോടു കൂടി, രാജീവ് ഗാന്ധിയുടെ മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുറ്റിയിരുന്നത് നെഹ്റു കുടുംബവുമായിട്ടാണ്. അപ്പം നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയത് കൊണ്ട് തന്നെ ശരത് പവാറിനെ അതിനകത്ത് നിന്ന് കളഞ്ഞു, അർജുൻ സിംഗിനെ കളഞ്ഞു, പിന്നെ അവസാനം വന്ന് ഇപ്പോൾ നമ്മുടെ ഗുലാം നബി ആസാദിനെ കളഞ്ഞു. അതുപോലെ തന്നെ രാജേഷ് പൈലറ്റ് അവിടെ നിന്ന് പോയി. പിന്നെ നമ്മുടെ പ്രണാബ് മുഖർജിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം പ്രസിഡന്റാക്കി. ഇങ്ങനെ കോൺഗ്രസിനകത്ത് വളർന്നു വന്ന നേതാക്കളെ എല്ലാം വെട്ടി അവരെല്ലാം കൊച്ചു കൊച്ചു പാർട്ടികൾ ഉണ്ടാക്കി. ആ പാർട്ടികളുടെ പ്രസക്തിയും ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കോൺഗ്രസിനൊന്നും ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒന്നും ചെയ്യാനില്ല. മഹാരാഷ്ട്രയെക്കുറിച്ച് കാര്യങ്ങൾ പറയാം, അത് തന്നെ മക്കളുമൊക്കെ പല പ്രഫുല്ല പട്ടേൽ എന്നൊക്കെ പറഞ്ഞ് പല കഷ്ണങ്ങളായിപ്പോയി. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊന്നും ഒന്നും ചെയ്യാനില്ല, ഇടതുപക്ഷത്തിന് ഒന്നുമേ ചെയ്യാനില്ല. അവർ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ കേരളം വിട്ടിട്ട് അവർക്ക് ഒരു കാര്യവും ചെയ്യാനില്ല. പിന്നെ ശരിക്കും ചെയ്യാനുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. മമതാ ബാനർജിക്കാണെങ്കിൽ ബംഗാളിനപ്പുറം ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല, മമതയുടെ കാലം കഴിഞ്ഞാൽ ഇതാരാണ് കൊണ്ടു നടക്കുക? സ്റ്റാലിൻ തമിഴ്നാട്, അങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ കഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കേണ്ട ഒരു വിഷയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെ റിവൈവ് ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഇന്ത്യയിലെ ഭാവി. അപ്പോൾ അത് കേവലം ഒരു രാഹുൽ ഗാന്ധിയിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല. മല്ലികാർജുൻ, നമ്മളിപ്പോൾ അവിടെ ഡൽഹിയിൽ ബീഹാറിൽ തോറ്റു, ആരും മല്ലികാർജുൻ ഖാർഗെയെ കുറ്റം പറയുന്നില്ല. മല്ലികാർജുൻ ഖാർഗെ അല്ലേ AICCയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെ ആരും കുറ്റം പറയുന്നില്ല. സോണിയാഗാന്ധി ആരും പറയുന്നില്ല, പ്രിയങ്ക ഗാന്ധി പറയുന്നില്ല. സകല പേരും രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്. അദ്ദേഹം ലീഡ് ചെയ്തുകൊണ്ടായിരിക്കും, ഇലക്ഷൻ അദ്ദേഹം ലീഡ് ചെയ്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തെ പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി മാറുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തെറ്റ് ചെയ്തു എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അദ്ദേഹം പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല, അടവും നയവും തന്ത്രവും അറിയാവുന്ന ആളല്ല. അതേക്കുറിച്ച് തിയറി അറിയാം. തിയറിറ്റിക്കൽ പൊളിറ്റീഷ്യന്മാർക്കൊന്നും ഇന്ത്യയിൽ ഇനി വേണ്ടി പ്രസക്തിയില്ല. പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന്മാരാണ് ആവശ്യം, പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല. അങ്ങനെ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന്മാരായിട്ടുള്ളവരുടെ ഉപദേശം കിട്ടാൻ കൂടെ ടീമും ഇല്ല. അത് വേറെ പ്രശ്നം. PR ഏജൻസികൾക്ക് എന്ത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്? അവർ പറയുന്നത് എഴുതി കൊടുക്കുന്നതും പയർപ്പേലും ഒക്കെ തയ്യാറാക്കി ഇപ്പം മോഡി അടിച്ചു കളയാന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ വഴി മോഡി അടിക്കാതെ വിചാരിച്ചാൽ നടപ്പുള്ള കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ ഇൻഡിപെൻഡന്റ് ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതല്ല എടുക്കേണ്ടിയിരുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ രാജ്യം ചെയ്തിരിക്കുന്ന കുഴപ്പങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത്, പിന്നെ നിതീഷ് കുമാർ ചെയ്ത കുഴപ്പങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതായിരുന്നു അവിടെ പ്രൊപ്പഗൻഡ നടത്തേണ്ടിയിരുന്നത്. അതിന് പകരം വോട്ട് ചാരി കള്ള വോട്ടെന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ്റെ പിറകെ പോയിട്ട് വല്ല കാര്യമുണ്ടായിരുന്നു? ഒരു കാര്യമില്ലാത്തൊരു അജണ്ടയുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിയത്. അതവിടെ നിൽക്കട്ടെ. അല്ലാതെ അടിക്കണം. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ കുഴപ്പം ചെയ്തില്ല, അത് വേറെ കലാപമായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ കലാപമല്ല വേറെ രൂപത്തിൽ കലാപം ഉണ്ടാക്കണം. പക്ഷേ അതൊരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് കൊണ്ടുവന്നാലും ജനങ്ങളെ ടച്ച് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന വിഷയമല്ല അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീർച്ചയായിട്ടും അവരനുഭവിക്കുന്ന ചില ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും. ഒന്ന്, നേതൃത്വ ദാരിദ്ര്യം വളരെ വലുതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പോൾ. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ എണ്ണപ്പെടുന്ന നേതാക്കൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു രാജ്യം എന്നുള്ള സങ്കല്പം നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. നമ്പർ 1.
നമ്പർ 2, സംഘടനാ സംവിധാനം അമ്പേ പരാജയമാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നോക്കൂ, ഇത്രയും വിദ്യാഭ്യാസമുള്ള സാക്ഷരതയുള്ള കേരളത്തിൽ ജംബോ കമ്മിറ്റികളാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടി കയറി ജംബോ കമ്മിറ്റികൾ, അത് മണ്ഡലം കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, മറിച്ച കമ്മിറ്റി, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി, ഓരോ കമ്മിറ്റി എടുത്താലും ജംബോ കമ്മിറ്റികളാണ്. വൈസ് പ്രസിഡന്റുമാരെ എടുത്താൽ എത്ര പേരാണ്, ജനറൽ സെക്രട്ടറിമാരെടുത്താൽ വലിയ ജംബോ കമ്മിറ്റികളാണ്. നോമിനേഷനുകളാണ് പലതും. എന്തുകൊണ്ട് CPM പോലെ അല്ലെങ്കിൽ BJP കുറെ സെമി കേഡറല്ല, സമ്പൂർണ്ണ കേഡറാണ് CPM CPI പോലെ. അതുപോലെ കോൺഗ്രസിന് എന്തുകൊണ്ട് മാറാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവർ എന്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? ബൂത്ത് അടിസ്ഥാനത്തിൽ അവരെ പാർട്ടിക്കകത്താണ് എന്തുകൊണ്ട് നടത്തില്ല? മണ്ഡലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? അതിനെ കഴിഞ്ഞ് ജില്ലാ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കൃത്യ ഇടവേളകളിൽ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അവർ എന്തുകൊണ്ട് പരിപാടി നടപ്പിലാക്കുന്നില്ല? അതിനുശേഷം എന്തുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല? എന്തുകൊണ്ട് നാഷണൽ ലെവലിൽ അവർ ഇങ്ങനെ ചിന്തിക്കുന്നില്ല? ഇപ്പോഴല്ലേ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം? നരേന്ദ്രമോദിയുടെ ആദ്യത്തെ, ഇപ്പം 3ാമത്തെ ടേമാണ് നരേന്ദ്രമോദി. 1ാമത്തെ ടേമിൽ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഈ പണി ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 10 വർഷം കയ്യിൽ കിട്ടുമായിരുന്നു. ഒരു വളരെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള, വളരെ സംഘടനാ ബലമുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാതെ, അത് സോണിയാഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാതെ, അത് മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ട് ചെയ്യിക്കാതെ ഒരു ഓർബിറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഈ ഓർബിറ്റിൽ നിന്ന് പുറത്തു വരിക, രാഹുൽ ഗാന്ധി പുറത്തു വരണം. ഒരു വലിയ ഓർബിറ്റിനകത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നുകൊണ്ട് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമേ BJP കഴിഞ്ഞാൽ, പിന്നെ BJP കഴിഞ്ഞാലല്ല, BJPയോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ആസേത് ഹിമാചലം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുവാനും അവരിൽ സംഘടനാശീലമുണ്ട്. എല്ലായിടത്തും സ്ലീപ്പർ ആയിട്ട് കോൺഗ്രസ്സുകാരുണ്ട്. അവരെ നിങ്ങൾ ഉണർത്തണ്ടേ? അവരെ നിങ്ങൾ സംഘടന ബിൽഡ് ചെയ്യണ്ടേ? അതിന് പകരം നിങ്ങൾ NSS, കേരളത്തിലാണെങ്കിൽ ജാതി മത സംഘടനകളുടെ പിറകെ പോയും ലീഗ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് മുസ്ലിം പ്രകടനം, ക്രിസ്ത്യൻ പ്രകടനം, ഇങ്ങനെ കൊണ്ടൊന്നും കോൺഗ്രസ് വളരില്ല. രാജ്യം ആ കാലം കഴിഞ്ഞു. ആ പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു. ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ കാലമെല്ലാം കഴിഞ്ഞു. വെൽഫെയർ പൊളിറ്റിക്സിന്റെ കാലം വന്നു. വെൽഫെയർ പൊളിറ്റിക്സ് ഇപ്പോൾ ഗിഫ്റ്റ് പൊളിറ്റിക്സിലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊന്നും പഠിക്കുന്നില്ല. അതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിലാവട്ടെ ഇന്ത്യയിലാകട്ടെ രാഷ്ട്രീയ കാര്യ ഉപദേശ സമിതിയില്ല. രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞാൽ അതിലും കുത്തി നിറച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരെയാണ്. രാഷ്ട്രീയകാര്യ ഉപദേശ സമിതിയിൽ കുത്തി നിറയ്ക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല. അതിൽ കുറച്ച് രാഷ്ട്രീയക്കാരും ബാക്കി ചിന്തിക്കുന്ന, മറ്റ് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെയാണ്. അതല്ല കുത്തി നിറച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങൾ, ബൗദ്ധിക സെല്ലെല്ലാം ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ബൗദ്ധിക സെല്ല് ഇവിടെ പ്രവർത്തിക്കുന്ന ആരാണ്? അതും പാർട്ടിക്കാർ തന്നെയാണ്. ഇവിടെ പരിസ്ഥിതി സെല്ലുണ്ടെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ആരാണ്? കൂടുതലും പാർട്ടിക്കാരാണ്. എന്ത് പബ്ലിക്കേഷൻ ഉണ്ട്, പ്രിയദർശിനി പബ്ലിക്കേഷൻ പോലുള്ള പബ്ലിക്കേഷൻസ്, അതിലും പാർട്ടിക്കാരാണ്. ഈ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കാനുള്ള സംവിധാനമാണ് ഇതെല്ലാം. അതിലുപരിയായി പ്രൊഫഷണലുകളെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു സംഘടന എങ്ങനെ ബിൽഡ് ചെയ്യുമെന്ന് കോൺഗ്രസ് എന്നാണോ ചിന്തിക്കുന്നത്, അന്ന് കോൺഗ്രസിൻ്റെ നന്മ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇവിടെ ഉയർന്നു വരാൻ പറ്റും. അതുകൊണ്ട് ചിട്ടയായ ഒരു സംഘടനയിലേക്ക് ഇനി കോൺഗ്രസ് എന്ന് പോകും എന്നുള്ളതാണ് ഇന്ത്യൻ ജനത കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം. അല്ലാതെ രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടിയോ, രാഹുൽ ഗാന്ധി ആറ്റിൽ ചാടിയോ, മീൻ കഴിച്ചോ, ട്രൗസർ ഇട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തട്ടുകടയിൽ പോയി ചായ കുടിച്ച്, ഇതൊന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു താല്പര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ കൃത്യമായ സംഘടന ഉണ്ടാക്കുമോ, ആ സംഘടനയിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ സംഘടനയ്ക്കകത്താണ് തെരഞ്ഞെടുപ്പുകൾ നടത്തി പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ പ്രസക്തിയുണ്ട്, അതിൻ്റെ ആവശ്യവുമുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഒരു പാർട്ടി മാത്രം, ഇപ്പോൾ BJP RSS മാത്രമുള്ള കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഭാരതം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല. എല്ലാ പാർട്ടികൾക്കും അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ പിന്നെ ഏക പാർട്ടിയായി പോവില്ലേ? അങ്ങനെയല്ല. അപ്പോൾ തിരിച്ചാണ് കാര്യങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് ഒന്നുകൂടി നന്നായി, ഇപ്പോൾ തോറ്റിരിക്കുകയാണ്, രാജ്യത്തും തോറ്റിരിക്കുകയാണ്, വളരെ നന്നായി ഗ്രഹപാഠം ചെയ്യാൻ കോൺഗ്രസിന് കഴിയട്ടെ. അതിലൂടെ മാത്രമേ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയൂ. അത് ഈ രാജ്യത്തിന് ആവശ്യമാണ്.